am Bijoy Nair, former officer for Corporation of India. Current affairs in പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. India will never accept a mediation. PM to Trump എന്ന് പറഞ്ഞ ന്യൂസ് ആണ് ഇന്നത്തെ ഹിന്ദുവിന്റെ ഫസ്റ്റ് പേജിലെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത്. ഡൊണാൾഡ് ട്രംപുമായിട്ട് ഇന്നലെ ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി നടത്തുകയും ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നടന്ന ആ ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻ അവസാനിപ്പിച്ചത് ഒരു അമേരിക്കയുടെയും മീഡിയേഷനിലല്ലെന്നും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും DGMOs ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണെന്നും മോദി അൺഇക്വേക്കലായിട്ട് അസന്നിഗ്ധമായിട്ട് ട്രംപിനോട് പറയുകയാണ്. അത് മാത്രമല്ല, ഇനി ഏത് വിഷയം ഇന്ത്യക്കും വേറൊരു രാജ്യത്തിന്റെ ഇടയിലുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ഇന്ത്യക്ക് ഒരു തേർഡ് പാർട്ടിയുടെ മീഡിയേഷൻ വേണ്ട എന്നും പറഞ്ഞു. ഒപ്പം മോദിയെ ട്രംപ് കാനഡയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി അമേരിക്കയിൽ ഇറങ്ങി മോദി ട്രംപുമായിട്ടുള്ള മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടെങ്കിലും മോദി അത് അക്സെപ്റ്റ് ചെയ്തതുമില്ല. ഇന്ത്യ US റിലേഷൻഷിപ്പ് യഥാർത്ഥത്തിൽ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആണെങ്കിലും അതിൽ അകത്ത് ഇയാളുടെ ഒരു മെർക്കൂറിയൽ ബിഹേവിയർ കൊണ്ട്, ട്രംപിന്റെ ബിഹേവിയർ കൊണ്ട് അതിൽ ചില ഇറിറ്റൻസ് ഉണ്ടാവുന്ന ഒരു സത്യമാണ്. ഇന്നത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിൽ ഒരു ആർട്ടിക്കിൾ അതിനെ കുറിച്ചുണ്ട്. അതിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇതാണ് ഫ്രണ്ട് പേജിലെ പ്രധാനപ്പെട്ട ന്യൂസ്. ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറിയാണ് ഇതിനെ കുറിച്ച് പറഞ്ഞ ടെലിഫോണിക് കോളിനെ കുറിച്ച് പറഞ്ഞത്. ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ആയിരുന്നു നിങ്ങൾക്ക് അറിയാം, വിക്രം മിശ്രിയാണ് ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി, വിക്രം മിശ്രി. ഇനി ഖമേനി സേസ് ഇറാൻ വിൽ നോട്ട് സറണ്ടർ എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. അത് അമേരിക്കയും ഇസ്രായേലും ഇറാനോട് സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസത്തെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ സാരമായ കേടുപാടുകളൊക്കെ ഇറാന് പറ്റി. തിരിച്ച് ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിലും കുറച്ചുപേര് മരിക്കുകയൊക്കെ ചെയ്തു. ഈ US-ഉം ഇനി ഇസ്രായേലുമായിട്ട് ചേർന്ന് ഇറാനെ അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാന്റെ മിലിറ്ററി ചീഫായ അസിം മുനീറിനെ US-ലേക്ക് വിളിച്ച് ട്രംപ് ഡിന്നർ ഹോസ്റ്റ് ചെയ്തതെന്നും പറയപ്പെടുന്നുണ്ട്. ഇന്ന് ഞാനിത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഇപ്പൊ വായിച്ചതേ ഉള്ളൂ. വാട്ട് എവർ ഇറ്റ് മേ ബി, ഖമേനി, അയത്തുള്ള അലി ഖമേനി, സുപ്രീം ലീഡർ ഓഫ് ഇറാന്റെ സുപ്രീം ലീഡർ പറഞ്ഞിരിക്കുന്നു, ഒരു തരത്തിലുള്ള കീഴടങ്ങലുകൾക്കും ഞങ്ങൾ തയ്യാറല്ല എന്നാണ്. ഇറാനെ എങ്ങനെ ഭീഷണിപ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഈ ഒരു വാർലേക്ക് സിറ്റുവേഷൻ ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ഇറാൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമുള്ള ഫസ്റ്റ് പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആണ് ഖമേനിയുടെ, അയത്തുള്ള അലി ഖമേനിയുടെ. അത്രയുള്ള ആ ഫ്രണ്ട് പേജിൽ, വേറൊന്നും ആ പേജിൽ പറയാനില്ല. അതിനടുത്ത പേജിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അവിടെ ഹിമാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. അമിത്ഷായുടെ ഒരു ഫോട്ടോ കാണാം, ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററിന്റെ ഒരു ഫോട്ടോ. ഹിമാചൽ പ്രദേശിന്റെ ഒരു മൺസൂൺ റിലേറ്റഡ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടായപ്പോൾ എയ്ഡ് കൊടുത്തതിനെ കുറിച്ചൊക്കെയാണ്. ഹിമാചൽ പ്രദേശ് ഈസ് എ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്, ഒരു ഹില്ലി സ്റ്റേറ്റ് ആണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ സുഖ്വീന്ദർ സിംഗ് സുഖു ആണ്. സുഖ്വീന്ദർ സിംഗ് സുഖു is the chief minister of ഹിമാചൽ പ്രദേശ്. ഇനി പിന്നീട് താഴോട്ട് വരുമ്പോ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടാന്ന് നോക്കാം. ഇന്ത്യയില് UCC ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് ഉത്തരാഖണ്ഡ്. UCC, വാട്ട് ഈസ് UCC? യൂണിഫോം സിവിൽ കോഡ്. വാട്ട് ഈസ് യൂണിഫോം സിവിൽ കോഡ്? ഇന്ത്യയില് ക്രിമിനൽ നിയമങ്ങൾ എല്ലാവർക്കും ഒന്നുപോലെയാണെങ്കിലും സിവിൽ നിയമങ്ങൾ, അതായത് മാരേജ്, ഡിവോഴ്സ്, സ്വത്തവകാശം പോലുള്ള കാര്യങ്ങളിലെ നിയമങ്ങൾ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും സിഖുകാരനും പാഴ്സികൾക്കും ജൈനമതക്കാരനും ഒക്കെ ഡിഫറെന്റ് ആണ്. But Indian Constitution in directive principles, Constitution has directive principle, fundamental rights, citizenship, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടല്ലോ. അതില് in directive principles the Constitution framers urge Indian Union to implement uniform civil code through a consensus. ഒരു കൺസെൻസസിൽ കൂടെ യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ആർട്ടിക്കിൾ 44 പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയില് യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യ മൊത്തത്തിലില്ല. പക്ഷെ ചില സ്റ്റേറ്റുകൾ അത് നടപ്പാക്കുന്നതിന്റെ പാതയിലാണ്. ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ഇംപ്ലിമെന്റ് യൂണിഫോം സിവിൽ കോഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഈസ് ഉത്തരാഖണ്ഡ്. അപ്പൊ അതറിഞ്ഞിരിക്കുക. ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമി. ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റൽ ഡെറാഡൂൺ. ഇവിടെ നിങ്ങൾക്ക് തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്ററെ കാണാം. തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? രേവന്ത് റെഡ്ഡി. അപ്പോ അത് അവിടെയൊക്കെ വേറെ ന്യൂസുകളാണ്. ഞാൻ അതിനാണ് ഇതെടുത്ത് പറയാം. ന്യൂസ് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ആ ന്യൂസ് ഞാൻ പറയാത്തത്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ന്യൂസ് ഒന്നും അല്ല. ഇതൊക്കെ ഓരോ സ്റ്റേറ്റിലെ ന്യൂസുകളാണ്.
ഓക്കെ, ഇനി എഡിറ്റോറിയൽ പേജിൽ ഓരോരോ എഡിറ്റോറിയൽസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് എഡിറ്റോറിയൽ ഈസ് അബൌട്ട് G7 മീറ്റിംഗ്. ഈ സമീപകാലത്ത് നടന്ന ഏറ്റവും നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള G7 സമ്മിറ്റ് ആണ് ഇപ്പോ കാനഡയിലെ ആൽബർട്ട എന്നുള്ള സ്ഥലത്ത് നടന്നത്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും G7 സമ്മിറ്റിൽ പങ്കെടുത്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനത് നിങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുമാണ്. G7 എന്താണെന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞാണ്. വേൾഡിലെ മോസ്റ്റ് പവർഫുൾ എക്കോണമീസ് G7 ഗ്രൂപ്പ് ഓഫ് 7 നേഷൻസ്: USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. ലോകത്തിലെ ഒരു പ്രസ്സിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ പരിഹരിക്കാനോ ആ പരിഹരിക്കുന്ന പാതയിൽ എന്തെങ്കിലും മൂവ്മെന്റ്സ് ഉണ്ടാക്കാനോ കഴിയാതാണ് ഈ G7 മീറ്റിംഗ് ഇപ്പൊ അവസാനിച്ചത്. ഇപ്പൊ പ്രസ്സിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ യുക്രൈൻ റഷ്യ വാർ, ഇസ്രായേൽ ഹമാസ് വാർ, ഇസ്രായേൽ ഇറാൻ വാർ, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇന്ത്യ ഈ പാകിസ്ഥാന്റെ ഇടയിൽ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള പ്രോബ്ലംസും ഇപ്പോഴാണ് ഉണ്ടായത്. അങ്ങനെ അതുപോലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ്. ഇനി അതിനും വലിയൊരു ഇഷ്യൂ ഉണ്ട്. സെക്യൂരിറ്റി ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തപ്പോഴത്തേക്ക് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ US-ന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം അയാൾ എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങൾ, താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള പല ചേഞ്ചസും, G7-ലെ തന്നെ മറ്റു നേഷൻസിനെല്ലാം അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് പുള്ളി ക്രിയേറ്റ് ചെയ്തു. ലോകത്തിലെ പല രാജ്യങ്ങൾക്കും അത് ക്രിയേറ്റ് ചെയ്തു. അതിനെ കുറിച്ച് എന്തെങ്കിലും ക്രിയാത്മകമായ ചർച്ചകൾ ഇതൊന്നും നടത്താൻ ഈ G7 കഴിഞ്ഞില്ല. അപ്പൊ US തന്നെ, G7-ലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമായ US തന്നെ ഗ്ലോബലി ഒരു ട്രേഡ് ഡിസ്റപ്റ്റർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലൊന്നും ഒരു ക്രിയാത്മകമായിട്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഇടപെടലുകൾ നടത്താനോ അതിനുള്ള ശ്രമങ്ങൾ പോലും G7-ന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇനി G7 ഹോസ്റ്റ് കൺട്രിയായ കാനഡയുടെ കാര്യമാണെങ്കിൽ കാനഡയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണി, അദ്ദേഹം അധികാരത്തിലേക്ക് അങ്ങോട്ട് കയറുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ ചൂടുറപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിക്ക് പോലും ഈ G7 തുടങ്ങുന്നതിന് ഒരു 10 ദിവസം മുമ്പാണ് ഇൻവിറ്റേഷൻ വരെ കൊടുക്കുന്നത്. അപ്പോ ഇതിനിടെ കൂടെ G7-ല് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റുകളും ട്രംപ് പറഞ്ഞു. G7 2 രാജ്യങ്ങളെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യണമെന്ന് ട്രംപ് പറഞ്ഞു. അത് റഷ്യയും ചൈനയുമാണ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ട്രംപ് പറഞ്ഞു. ആക്ച്വലി up to 2012-13 period, Russia was there in G7. At that time, it was G8 ആയിരുന്നു. അതിൽ ഇന്ന് റഷ്യ പിന്നെ പുറത്താക്കുന്നതാണ് യുക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിന്റെ പേരിൽ. എപ്പോഴാണ് G7 ആവുന്നത്? ചൈന വാസ് നോട്ട് പാർട്ട് ഓഫ് G7. Now Donald Trump openly suggested to include China and Russia in this group. അപ്പൊ അത് ഒരിക്കലും റഷ്യ ഇൻക്ലൂഡ് ചെയ്യുന്നത് G7-ലെ മറ്റു മെമ്പേഴ്സിന് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ചൈനയുടെ കാര്യത്തിലും പലപ്പോഴും ഡ്യുവൽ സ്റ്റാൻഡാണ് ട്രംപ് എടുക്കുന്നത്. ചിലപ്പോഴൊക്കെ ചൈനയെ അങ്ങേയറ്റം വിമർശിക്കും, ചിലപ്പോഴൊക്കെ അങ്ങേയറ്റം തലോടി സ്നേഹിച്ചുകൊണ്ടായിരിക്കും സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുന്നത്. എന്തായാലും അതിന്റെ ഇടയിൽ കൂടെ ട്രംപ് ഈ ഇസ്രായേൽ ഇറാൻ വാർ നടക്കുന്നതുകൊണ്ട് ഈ മീറ്റിംഗ് പകുതി വെച്ച് അദ്ദേഹം ഉപേക്ഷിച്ച് തിരിച്ച് അദ്ദേഹത്തിന്റെ രാജ്യത്തേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ G7-ലെ ഏത് സമ്മിറ്റ് നടന്നാലും അതിന്റെ എൻഡിൽ ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ്, അതിൽ പങ്കെടുത്ത രാജ്യ തലവന്മാരെല്ലാം കൂടെ ചേർന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്യും, ജോയിന്റ് സ്റ്റേറ്റ്മെന്റ്. ആ ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ സൈൻ ചെയ്യാൻ ട്രംപ് ഇല്ലായിരുന്നു. അതുമാത്രമല്ല, ഇസ്രായേലിന്റെ ഇറാൻ അറ്റാക്കിനെയോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഹമാസ് ഗാസ അറ്റാക്കിനെയോ ഒക്കെ കണ്ടം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പോലും അവിടെ ഉണ്ടാവരുതെന്ന് ട്രംപ് നിലപാടെടുത്തു. അതേസമയത്ത് ഇറാന് ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഇഷ്യൂ ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയൊക്കെ എന്നാൽ ഈ ജോയിന്റ് സ്റ്റേറ്റ്മെന്റിലും മെയിനായിട്ട് വലിയ പിന്നീട് പ്രാധാന്യം ഇല്ലാത്തതല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ക്രിട്ടിക്കൽ മിനറൽസ് സപ്ലൈ ചെയിൻ, ഇതിനെ കുറിച്ചൊക്കെയാണ് ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് അവിടെ ഇഷ്യൂ ചെയ്തത്. ഇന്ത്യ ആഗ്രഹിച്ച ടെററിസത്തിനെ കണ്ടം ചെയ്തുകൊണ്ടൊരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് പോലും അവിടെ ഉണ്ടായില്ല. അപ്പൊ എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുണ്ടായ ഒരു നേട്ടം, കാനഡയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ മോശമായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലം ഉണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു കനേഡിയൻ തീവ്രവാദി, പക്ഷെ ഇന്ത്യൻ ഒറിജിനാണ്, നിജാർ, അയാളുടെ യഥാർത്ഥ പേര് ഫുൾ നെയിം നിജാർ എന്ന് എവിടെ എഴുതിയിട്ടുള്ള ഹർദീപ് സിംഗ് നിജാർ, അങ്ങനെ എന്താണ് അയാളുടെ പേര്. ആ നിജാർ ഇന്ത്യക്കെതിരെ കാനഡയിൽ ഇരുന്നുകൊണ്ട് പൊരുതിയ ഒരു സിഖ് തീവ്രവാദിയാണ്. അയാൾ അവിടെ കില്ല് ചെയ്തു. അത് ഇന്ത്യക്കാരാണെന്നാ പറയുന്നത്. അതിന്റെ പേരിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ മോശമായിരുന്നു. അപ്പൊ അങ്ങനെ പരസ്പരം ഇന്ത്യയുടെയും കാനഡയുടെയും ഹൈ കമ്മീഷണേഴ്സിനൊക്കെ പുറത്താക്കിയായിരുന്നു. ആ പുറത്താക്കിയ ഹൈ കമ്മീഷണേഴ്സിന് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെയും കാനഡയുടെയും
ബന്ധം മെച്ചപ്പെടുത്താനുള്ള ചില നീക്കുപോക്കുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് അതിൽ ഇന്ത്യക്ക് ഉണ്ടായ ആകെ ഒരു നേട്ടം. പക്ഷെ ഈ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് 11,000 കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരുപാട് വലിയൊരു ഡെലിഗേഷനെയും കൊണ്ട് മോദി കാനഡയിലേക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് G7 സമ്മിറ്റുകൾ ഇങ്ങനെയാണ് ഇനി നടക്കാൻ പോണെങ്കിൽ ഇന്ത്യക്ക് അതിൽ ഇൻവിറ്റേഷൻ കിട്ടിയാലും G7 സമ്മിറ്റിൽ ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് രണ്ടാമതൊന്നും കൂടെ ചിന്തിച്ചിട്ട് മതി എന്നൊരു സജഷനും ഈ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സിംപിളി ഫസ്റ്റ് എഡിറ്റോറിയൽ ഇങ്ങനെയാണ്. രണ്ടാമത്തെ എഡിറ്റോറിയൽ എ ഫെയർ ഷെയർ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ ഫെയർ ഷെയർ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാല് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഇന്ത്യക്ക്. ഇന്ത്യയുടെ 16th ഫിനാൻസ് കമ്മീഷനാണ് ഇപ്പൊ നിലവിലിരിക്കുന്നത്. 16th ഫിനാൻസ് കമ്മീഷൻ. ഇതിന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. 16th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ. ഈ അരവിന്ദ് പനഗരിയുടെ നേതൃത്വത്തിലുള്ള 16th ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻസ് ഒക്കെ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ റെക്കമെൻഡേഷന്റെ ബേസിൽ സെൻട്രൽ ഗവൺമെന്റ് ആക്ട് ചെയ്യേണ്ടതാ. ആക്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ആക്ട് ചെയ്യാം. അപ്പൊ ഈ 16th ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് ഒക്കെ നിലവിൽ വരാൻ പോണ April 1, 2026 തൊട്ട്, അടുത്ത ഫിനാൻഷ്യൽ ഇയർ തൊട്ട്, April 1, 2026 തൊട്ട്. അപ്പൊ ഈ ഫിനാൻസ് കമ്മീഷനിലെ ചെയർമാനും അല്ലെ മെമ്പേഴ്സും ഒക്കെ വേരിയസ് സ്റ്റേറ്റുകളുടെ ഫിനാൻസ് മിനിസ്റ്റേഴ്സിനെക്കാണ് അവരുടെ ആവശ്യങ്ങൾ അറിയാൻ വേണ്ടി. അപ്പൊ കണ്ടപ്പോ BJP ഭരിക്കുന്ന സ്റ്റേറ്റുകൾ ഉൾപ്പെടെ ഈ ഫിനാൻസ് കമ്മീഷന് മുന്നിൽ വെച്ച ആവശ്യം എന്ന് പറയുന്നത് ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സ് ഉണ്ട്. ഡിവിസിബിൾ പൂളും ഉണ്ട്, നോൺ ഡിവിസിബിൾ പൂളും ഉണ്ട്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് ആണല്ലോ ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്നത്. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപ കിട്ടും. അപ്പൊ അതിലൊരു വിഹിതം സംസ്ഥാനങ്ങൾക്കുള്ളതാണ് ഡിവിസിബിൾ പൂളിൽ നിന്ന്. ആ ഡിവിസിബിൾ പൂളിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്ന 41% ആണ്. ഡിവിസിബിൾ പൂളിൽ നിന്ന് എത്രയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്? 41%. ബാക്കി സെൻട്രൽ ഗവൺമെന്റിനാണ്. അപ്പൊ BJP ഭരിക്കുന്ന സ്റ്റേറ്റുകൾ ഇന്ത്യയിൽ കൂടുതലുള്ള അവരുൾപ്പെടെ ആവശ്യപ്പെട്ടു ഈ 41% 50% ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. അരവിന്ദ് പനഗരിയുടെ മുന്നിൽ 41% 50% ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. പക്ഷേ ഈ 41% പോലും സ്റ്റേറ്റുകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിന്റെ കാരണം ഈ ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സ് എന്ന് പറയുമ്പോൾ സെസ്സും ലെവീസ് ഒന്നും അത് ഇൻക്ലൂഡ് ആവത്തില്ല. അപ്പൊ ഈ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പൊ പല ടാക്സുകളും കളക്ട് ചെയ്യുന്ന സെസ് ആയിട്ട് ലെവി ആയിട്ടൊക്കെയാണ്. അത് ഒരു ക്ലവർ ആയിട്ടുള്ള ഒരു ടാക്ടിക്കാ. സെസ് ആയിട്ട് ലെവി ആയിട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിവൈഡ് ചെയ്ത് സ്റ്റേറ്റ് കൊടുക്കണ്ട. ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സിലുള്ള ടാക്സ് മാത്രം കൊടുത്താൽ മതി. അതല്ലാതെ സെസ്സും ലെവിയൊക്കെ ഗവൺമെന്റ് എത്ര കളക്ട് ചെയ്താലും സെൻട്രൽ ഗവൺമെന്റ് മാത്രമുള്ളതാണ്, അത് സ്റ്റേറ്റ് ഷെയർ ചെയ്യണ്ട. പക്ഷെ അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നറിയാമോ? 2015-16 കാലഘട്ടത്തിൽ 12.8% ആയിരുന്ന സെസ്സും ലെവിയൊക്കെ അവര് 2020-21 കാലഘട്ടം 18% കൂടി. അപ്പൊ അവരുടെ നോൺ ഡിവിസിബിൾ പൂളിൽ ഉള്ള എമൗണ്ട് കൂടി വരികയാണ്. ഡിവിസിബിൾ പൂളില് അവര് ഇത് കുറയ്ക്കാൻ വേണ്ടിട്ട് അവരങ്ങനെ ചെയ്യുന്ന. അപ്പൊ ഇഫക്റ്റീവ്ലി സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് പലതിനും 31% അവർക്ക് 41% ഉണ്ടെന്ന് പറയുന്നെങ്കിലും 41% സ്റ്റേറ്റിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിലും 31% ഒക്കെ ഇപ്പൊ സ്റ്റേറ്റിലേക്ക് കിട്ടുന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഇതിന്റെ കൂടെ മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇന്ത്യയിൽ GST ഇംപ്ലിമെന്റ് ചെയ്തു. GST ഇംപ്ലിമെന്റ് ചെയ്തപ്പോ GST നല്ല രീതിയിൽ ഇപ്പൊ പോകുന്നുണ്ട്. നല്ല വരുമാനം സ്റ്റേറ്റൊക്കെ ഇതിൽ കിട്ടുന്നുണ്ടെങ്കിലും സ്റ്റേറ്റുകളുടേതായ രീതിയിൽ GST കളക്ഷൻ അതിന്റെ അകത്ത് ചെയ്യാനോ അതിന്റെ അകത്ത് എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ച് അവർക്ക് വേറെ ഏതെങ്കിലും സോഴ്സിൽ കൂടെ ഇൻകം ഉണ്ടാക്കാനുള്ള പ്രൊവിഷൻസ് ഇല്ല GSTക്കകത്ത്. അതുകൊണ്ട് തന്നെ GST വന്നതോടുകൂടി അങ്ങനെ ഒരു രീതിയിൽ സ്റ്റേറ്റുകൾക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതയും അവിടെ അടഞ്ഞു. അതിന്റെ കൂടെ സ്റ്റേറ്റുകൾക്ക് ഈ പറഞ്ഞ റവന്യൂ ഞാൻ പറഞ്ഞ 41% ആണ് സ്റ്റേറ്റുകൾക്ക് ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സ് കൊടുക്കുന്നത്. അതിൽ തന്നെ ഓരോ സ്റ്റേറ്റിനും ഓരോ രീതിയിലാണ് കൊടുക്കുന്നത്. ഇപ്പൊ പോപ്പുലേഷൻ കൂടുതലൊക്കെ ഉള്ള പെർ ക്യാപിറ്റ ഇൻകം കുറവൊക്കെ ഉള്ള സ്റ്റേറ്റുകൾക്ക് കൂടുതൽ കൊടുക്കും. അതേസമയത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റുകളായ സതേൺ സ്റ്റേറ്റുകൾക്ക് കുറവേ കിട്ടുള്ളൂ ഈ പറഞ്ഞ ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സസ്. അതിന്റെ കാരണം അത് സതേൺ സ്റ്റേറ്റുകൾ ഇപ്പൊ കേരളം അല്ലെങ്കിൽ തമിഴ്നാടൊക്കെ പോലുള്ള സ്റ്റേറ്റുകളിൽ പോപ്പുലേഷൻ ഗ്രോത്ത് കുറവാണ്, അവരുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടുതലാണ്, അതൊക്കെ കൊണ്ടാണ്. അപ്പൊ അതിന്റെ പേരിൽ ഈ സതേൺ സ്റ്റേറ്റുകൾ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. അവർ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്ത് ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോപ്പുലേഷനെ കൺട്രോൾ ചെയ്തപ്പോ അവർ അതിന്റെ പേര് പണിഷ് ചെയ്യുന്നതിന് തുല്യമാണ്. അതേസമയം UP, ബീഹാർ പോലുള്ള സ്റ്റേറ്റുകൾക്ക് ഭയങ്കരമായിട്ട് വാരിക്കോരി കൊടുക്കുന്നു. അവര് മിസ്മാനേജ് ചെയ്തതിന്റെ ബേസിൽ അവർക്ക് അവര് ഒരു സമ്മാനം കൊടുക്കുന്നത് പോലെയാണ്. അപ്പം അതെല്ലാം ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇതിൽ പറയുന്നത് ലാസ്റ്റ് പറയുന്നത് ഈ 50% വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കേസല്ല. ഒറ്റ അടിക്ക് 41%. അത് പറയുന്നതിൽ കാര്യമുണ്ട്. കാര്യം സെൻട്രൽ ഗവൺമെന്റ് അത്രയും
വിട്ടുവീഴ്ച സ്റ്റേറ്റ് ചെയ്യത്തില്ല. പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റ് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഒക്കെ ഭയങ്കരമായിട്ട് കൂടാൻ പോയാണ് ഡിഫൻസിന്. അതുപോലെ അവർ ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്തുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ 41-50% വർദ്ധിപ്പിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. പക്ഷേ ഈ 41-50 ഇടയ്ക്കുള്ള ഒരു ഫിഗർ ഉണ്ടല്ലോ, ഒരു 45 അങ്ങനെ അതിലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പൊ അതിനെങ്കിലും വേണ്ടി ഈ 16ാം ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ല ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് 41 തന്നെ പോയാൽ അത് സ്റ്റേറ്റുകൾക്ക് അത്ര സുഖകരമായിട്ടുള്ള കാര്യമായിരിക്കൂല. ഇനി രണ്ടാമതായിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ സർചാർജ്, ലെവി, സെസ് ഒക്കെ ആയിട്ടാണ് ഗവൺമെന്റ് ഇപ്പൊ കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യുന്നത്. എന്തിനാ? അതാകുമ്പോൾ സ്റ്റേറ്റുകൾക്ക് ഡിവൈഡ് ചെയ്യണ്ട. പക്ഷെ ഈ 16th ഫിനാൻസ് കമ്മീഷൻ ഈ പറഞ്ഞ ലെവിയും ടാക്സ്, സെസ്സും സർചാർജും ഒക്കെ കളക്ട് ചെയ്യാൻ ഒരു പരിധി വെക്കണം. ആ പരിധി കൂടുതൽ സെൻട്രൽ ഗവൺമെന്റ് ഈ പറഞ്ഞ രീതിയിൽ ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റൂല എന്നൊരു നിയമം കൊണ്ടുവരണം എന്നാ പറയുന്നത്. അത് ഫിനാൻസ് കമ്മീഷന് റെക്കമെൻഡേഷൻ കൊടുക്കാനേ പറ്റൂ, അതൊക്കെ സെൻട്രൽ ഗവൺമെന്റാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ഇതും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റുകൾക്ക് ഈ പറഞ്ഞ കണക്ക് ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റുകൾക്ക് പലപ്പോഴും ഈ പറഞ്ഞ റവന്യൂ ഷെയർ കിട്ടുന്ന കുറവായിരിക്കും, ഒരു ബെസ്റ്റ് പെർഫോമിംഗ് ആയതുകൊണ്ട്. അതേസമയത്ത് വേഴ്സ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റുകൾക്ക് അതൊരു ഇൻസെന്റീവ് പോലെ കൂടുതൽ കിട്ടിയതാണ് അവര്. അപ്പം അതിന്റെ അകത്തും ഈ പറഞ്ഞ ആ ഒരു കംപ്ലൈന്റ് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അതൊക്കെയാണ് ഈ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. എഡിറ്റോറിയൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലായി. ഇനി ഞാൻ പറഞ്ഞതിന് ശേഷം പിന്നെ ആർട്ടിക്കിൾസിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, റീസെറ്റിംഗ് ദ ഇന്ത്യ-US പാർട്ണർഷിപ്പ് ഇൻ അൺസർട്ടൺ ടൈംസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇന്ത്യ-US റിലേഷൻഷിപ്പ് അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ പൊക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങൾ. മൻമോഹൻ സിംഗിന്റെ പീരീഡിൽ സ്റ്റാർട്ട് ചെയ്തത്. 2008 ഇൻഡോ-US സിവിലിയൻ ന്യൂക്ലിയർ അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതോടുകൂടി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അവർ കൂടുതൽ ശക്തിയോടുകൂടി ഇന്ത്യ-US റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി. ട്രംപ് യുഎസിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ആദ്യത്തെ തവണയും 2017-21 വരെയുള്ള സമയം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും ട്രംപ് യുഎസിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം കുറെ ഇറിറ്റൻസ് ഇന്ത്യ-US റിലേഷൻഷിപ്പിൽ വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ട്രംപ് അധികാരത്തിൽ ഏറ്റെടുത്ത് ഉടനെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോദി അപ്പൊ തന്നെ അമേരിക്കയിൽ പോയി ട്രംപിനെ കാണുന്നു. ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ജയശങ്കർ, ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, പങ്കെടുക്കുന്നു. അപ്പൊ ആ മീറ്റിംഗില് അന്ന് മോദിയെ ട്രംപ് കാണുന്ന സമയത്ത് യുഎസിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റായ F-35 വരെ ഇന്ത്യക്ക് ഓഫർ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ. അത് മാത്രമല്ല, ഇന്ത്യ-US തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇപ്പൊ സയന്റിഫിക് റിസർച്ചിലാണെങ്കിലും ഡിഫൻസ് മേഖലയിലാണെങ്കിലും പിന്നീട് മറ്റ് സ്ട്രാറ്റജിക് മേഖലകളിൽ എവിടെയായിരുന്നാലും അല്ലെങ്കിൽ ട്രേഡ് നോക്കുകയാണെങ്കിൽ എല്ലാം അപ്സ്വിംഗിലായിരുന്നു, വളരെ പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തന്നെ ഇന്ത്യയും പാകിസ്ഥാന്റെയും ഇടയിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഞാനാണ് ഇടപെട്ടത്, അങ്ങനെ ആ യുദ്ധം അവസാനിപ്പിച്ചത് എന്റെ ഇടപെടൽ മൂലമാണെന്ന് ട്രംപ് പറയുന്നു. അതൊരു ഇറിറ്റന്റ് ആയി. രണ്ടാമതായിട്ട് ഇന്ത്യയും പാകിസ്ഥാനെയും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ US ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. ഇന്ത്യ ഒരു ആഗോള ശക്തിയായിട്ട് വളർന്നു കഴിഞ്ഞെന്നും ലോകത്തിലെ 4th ലാർജസ്റ്റ് എക്കോണമി ആണെന്നുള്ള കാര്യം എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനെയും ഏതാണ്ട് തുല്യരായി കണ്ടുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇന്ത്യക്ക് അങ്ങേയറ്റം ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പം പിന്നെ കാശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മീഡിയേഷൻ നടത്താം എന്നുള്ള ട്രംപിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ, ഇതെല്ലാം ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് മാത്രമല്ല, ഈ China +1 എന്ന് പറയുന്നൊരു പോളിസിയാണ് ഇപ്പം അമേരിക്കയിലേക്ക് പല കമ്പനികളും യൂസ് ചെയ്യുന്നത്. അതായത് ചൈനയെ ഭയങ്കരമായിട്ട് റിലയബിളി നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചൈനയ്ക്ക് പുറമെ സപ്ലൈ ചെയിന്റെ ഭാഗമാക്കാൻ മറ്റൊരു രാജ്യം കൂടെ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഐഫോൺ മാനുഫാക്ചറേഴ്സായ ആപ്പിൾ പോലുള്ള കമ്പനികൾ അവരുടെ ഐഫോൺ മാനുഫാക്ചറിംഗിന്റെ ഒക്കെ ബേസ് വലിയൊരു അളവ് വരെ ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പൊ ആപ്പിളിന്റെ CEO ടിം കുക്കിന് അമേരിക്കയുടെ പ്രസിഡന്റ് ശകാരിക്കല്ല, നിങ്ങൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ ഇന്ത്യക്ക് നിങ്ങളുടെ ഫോണുകൾ US വിൽക്കുന്ന സമയത്ത് വലിയ ടാക്സ് നേരിടേണ്ടി വരുന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പൊ അതും ഇന്ത്യക്ക് ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിച്ച കാര്യമാണ്. പിന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഈ IT പ്രൊഫഷണൽസിനെ കൊടുക്കുന്ന വിസയാണ് H-1B വിസ. അത് ഇന്ത്യക്ക് US-നിടയിലുള്ള ഒരു സോഫ്റ്റ് ഒരു ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് അത് നല്ല രീതിയിൽ ഇന്ത്യൻ പ്രൊഫഷണൽസിന് H-1B വിസ കൊടുക്കുന്നുണ്ട്. അതിലും ചില റെസ്ട്രിക്ഷൻസ് വരുന്നു.
അതുപോലെ തന്നെ അതിന്റെ കൂടെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ. US-ന്റെ ഒരു കമാൻഡറായ ഒരാള്, അയാളെ പേരൊന്നും പഠിക്കണം, മൈക്കൽ കുറുല്ല എന്ന് പറഞ്ഞ ആള് പാകിസ്ഥാൻ ഒരു ഫിനോമിനൽ പാർട്ണർ ആയിട്ടാണ് കൗണ്ടർ ടെററിസത്തിൽ ഒരു ഫിനോമിനൽ പാർട്ണർ വിശേഷിപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് പാകിസ്ഥാന്റെ ആർമി ചീഫും ഇന്ത്യയിൽ പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുന്നതിന് ഇന്ത്യ കാരണം മെയിൻ കോൺസ്പിറേറ്റേഴ്സ് ഇന്ത്യ കരുതുകയും ചെയ്യുന്ന അസീം മുനീറിനെ ഡിന്നർ ഹോസ്റ്റ് ചെയ്യുന്നു ഡൊണാൾഡ് ട്രംപ്. അപ്പൊ ഇത് എല്ലാം കൊണ്ട് ഇന്ത്യയും US-ന്റെ ഇടയിലുള്ള ബന്ധത്തിൽ കുറച്ച് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്, സംശയമില്ല. അതേ സമയത്ത് അതിലൂടെ എല്ലാം തകർന്നെന്നല്ല കാര്യം. ഈ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ട്രേഡ് നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുള്ള വലിയ രീതിയിലുള്ള ടെക്നോളജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ജോയിന്റ് റിസർച്ച് പോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ക്വാഡ് പോലുള്ള പാർട്ണർഷിപ്പുകളുണ്ട്. ക്വാഡ് എന്ന് പറഞ്ഞാൽ ക്വാഡിലാറ്ററൽ, ഇന്ത്യ, US, ഓസ്ട്രേലിയ, ജപ്പാൻ, അതാണ് ക്വാഡിലാറ്ററൽ ക്വാഡ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ട്. ഈ ക്വാഡിന്റെ മീറ്റിംഗ് ഈ വർഷം ഇന്ത്യയിൽ വെച്ചാൽ നടക്കുന്നത്. അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഈ പാകിസ്ഥാനെ ഇപ്പൊ സുഖിപ്പിക്കുന്നതിന് 3 കാരണങ്ങളായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അത് ഈ ആർട്ടിക്കിളിനകത്ത് ഇല്ല, ആർട്ടിക്കിളിനകത്ത് ചെറുതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു കാരണം, ഈ US-ന് പാകിസ്ഥാനെ കൊണ്ട് ഇനിയും യൂട്ടിലിറ്റി ഉണ്ട്. ഇടയ്ക്ക് വെച്ച് പാകിസ്ഥാനെ കൊണ്ട് ഇനി യൂട്ടിലിറ്റി ഇല്ലെന്ന് തോന്നിയാണ് പാകിസ്ഥാൻ അവരെ ഓൾമോസ്റ്റ് ഇഗ്നോർ ചെയ്തതായിരുന്നു. പക്ഷെ ഇപ്പോ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇറാനിൽ US ചില ഇടപെടലുകൾ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പാവം ഇറാൻകാർ കരുതിയിരുന്ന അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്ത ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിച്ചാലും പാകിസ്ഥാൻ ഇറാനെ പ്രതിരോധിക്കുമെന്നൊക്കെ ഇറാന്റെ ഫോറിൻ മിനിസ്ട്രി ഇടയ്ക്ക് പറഞ്ഞു. പക്ഷെ പാകിസ്ഥാൻ അപ്പൊ തന്നെ അത് ഡിനേ ചെയ്തു. അതേപോലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട്. ഈ 2 രാജ്യങ്ങളും US-ന് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആണ്. അഫ്ഗാനിസ്ഥാനും നൗ ഇറാൻ. അപ്പൊ ഈ 2 രാജ്യങ്ങളെയും പാകിസ്ഥാനിൽ ബേസ് സൃഷ്ടിച്ചുകൊണ്ട് വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാനോ വരുതിക്ക് നടത്താനോ ഒക്കെ അമേരിക്കയ്ക്ക് കഴിയും, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കും. പാകിസ്ഥാനിലെ നൂർഖാൻ എന്ന് പറയുന്ന എയർഫോഴ്സ് ബേസ് പോലും അമേരിക്കയുടെ നടന്നാണ് പറയുന്നത്. ആ നൂർഖാൻ എയർഫോഴ്സ് ബേസിൽ ഇന്ത്യ വലിയ അറ്റാക്ക് ഇടയ്ക്ക് നടത്തിയിരുന്നു. അതിൽ കുറെ US സൈനികരെ കൊല്ലപ്പെട്ട് കാണും. US-ന്റെ കുറെ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ നശിച്ചും കാണുമെന്നാണ്. ഈ നൂർഖാൻ ബേസ് US-ന്റേതാണെന്നുള്ള സത്യമാണെന്നുണ്ടെങ്കിൽ അതാണ് സത്യമെന്ന് പല ഡിഫൻസ് എക്സ്പെർട്ടുകളും പറഞ്ഞത്. അതായിരിക്കും ഒരു പക്ഷേ ഇപ്പൊ ഇന്ത്യയായിട്ടുള്ള ബന്ധം മോശമാനുള്ള കാരണമെന്നും ടൈംസ് ഓഫ് ഇന്ത്യയിൽ പലരും എഴുതി ഞാൻ കണ്ടു. അപ്പോ എന്തായാലും ഈ രീതിയിൽ ഇന്ത്യയും US തമ്മിലുള്ള റിലേഷൻഷിപ്പ് മോശമാകാൻ പാടില്ല. ഇന്ത്യ ഈ സമയത്ത് ഓവർ റിയാക്ട് ചെയ്യാതെ ഇന്ത്യ ഇത് US റിലേഷൻഷിപ്പിന്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയതുകൊണ്ട് ആ ഫൗണ്ടേഷനിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. നമ്മൾ ഇതിനെ ഓവർ റിയാക്ട് ചെയ്യാതെ എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേക്കുന്നതിന്റെ ബേസിൽ വായിച്ചങ്ങ് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതിന്റെ താഴെ ഇസ്രായേല് ഇറാൻ അറ്റാക്ക് ചെയ്യുന്നത് ലെജിറ്റിമേറ്റ് ആണോ, അത് ഇന്റർനാഷണൽ ലോസ് അനുസരിച്ച് ഇത് ലീഗലൈസ്ഡ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ 2ാമത്തെ ആർട്ടിക്കിൾ. അത് വേണമെന്നുണ്ടെങ്കിൽ വായിച്ചു, ഞാൻ വായിച്ച സംഭവമാണ്. ലീഗൽ അല്ല, ഇല്ലീഗലാണ്. UN ചാർട്ടർ പ്രകാരം അത് ഇല്ലീഗലാണ്. UN ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 224 ഒക്കെ അതിൽ പറയുന്നുണ്ട്. പക്ഷെ ആർട്ടിക്കിൾ 51 എന്ന് പറയുന്ന UN ചാർട്ടറിന്റെ ഒരു ആർട്ടിക്കിൾ സെൽഫ് ഡിഫൻസിന് വേണ്ടി മറ്റു രാജ്യങ്ങൾ അറ്റാക്ക് ചെയ്യാനും പറയുന്നുണ്ട്. ഈ സെൽഫ് ഡിഫൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇമ്മിനന്റ് അറ്റാക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ഉണ്ടായില്ലെങ്കിൽ അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന രീതിയിൽ പ്രീഎംറ്റീവ് അറ്റാക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം അതിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം വായിച്ചു നോക്കുക. ഇനി വായിക്കാൻ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ അത്യാവശ്യം നല്ലൊരു ആർട്ടിക്കിളാണ്. വൈ ആർ ഓയിൽ പ്രൈസസ് റൈസിംഗ് അമിഡ് ഇറാൻ ഇസ്രായേൽ വാർ എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് ഇസ്രായേൽ ഇറാൻ വാറിന്റെ അടിസ്ഥാനത്തിൽ ഓയിൽ പ്രൈസസ് ഭയങ്കരമായിട്ടൊന്നും കൂടിയിട്ടില്ല, പക്ഷെ കുറച്ചൊക്കെ കൂടിയിട്ടുണ്ട് ഇപ്പൊ ഓയിൽ പ്രൈസസ്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഇത് വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് അത് ഇറാന്റെ അധീനതയിലാണ്. ഈ ഗൾഫിൽ നിന്നുള്ള ഓയില് എസ്പെഷ്യലി മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴിയാണ്. ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഈ ഇസ്രായേൽ ഇറാൻ അറ്റാക്ക് ചെയ്യുന്നത് തുടർന്നാൽ അവര് ക്ലോസ് ചെയ്യും എന്ന് ഇറാൻ ഈ ഇടയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ക്ലോസ് ചെയ്യപ്പെട്ടാൽ ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്, പെട്രോളിയം വ്യാപാരത്തിന് അത് ഭയങ്കരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ദിവസം സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴി കടന്നു പോകുന്നത് ഏതാണ്ട് 20 മില്യൺ ബാരൽസ് ഓഫ് പെട്രോളിയം ആണ്. അത് ഒരു ദിവസം ലോകത്തിലെ പെട്രോളിയം കൺസംഷന്റെ 1/5 ആണ്. അപ്പൊ ഇത് അപ്പൊ ആ ഒരു പോയിന്റ് ക്ലോസ് ചെയ്യപ്പെട്ടാൽ അപ്പം ഈ പറഞ്ഞ ഈ
ട്രാൻസ്പോർട്ടേഷൻ അത് ബാധിക്കും എന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയി പോലെ വേറെ വഴി കൂടെ റീറൂട്ട് ചെയ്യാൻ പറ്റും. വേറെ വഴി കൂടെ റീറൂട്ട് ചെയ്യുമ്പോൾ കൂടുതൽ സമയം എടുക്കും ഓരോരോ രാജ്യങ്ങളിലേക്ക്, ഡെസ്റ്റിനേഷനിലേക്ക് റീച്ച് ചെയ്യാൻ. അത് മാത്രമല്ല, അങ്ങനെ കൂടുതൽ സമയം എടുക്കുമ്പോൾ കൂടുതൽ ഡിസ്റ്റൻസ് എടുക്കുന്നോണ്ടല്ലേ കൂടുതൽ സമയം, അപ്പൊ ഇതിന്റെ കോസ്റ്റും കൂടും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അത് മാത്രമല്ല, ഈ പറഞ്ഞ ഇപ്പം ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ഇപ്പൊ പെട്രോളിയത്തിന്റെ ഉണ്ട്. ഈ ഡിമാൻഡ് അനുസരിച്ചുള്ള സപ്ലൈ ചിലപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ ക്ലോസ് ചെയ്യപ്പെട്ടാൽ വിപണിയിൽ ഇല്ലാതെ വരും. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പെട്രോളിയത്തിന്റെ പ്രൈസ് കൂടാനും സാധ്യതയുണ്ട്. ഇത് ഇന്ത്യയെ പർട്ടിക്കുലർലി ബാധിക്കും. കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ആവശ്യത്തിന്റെ 80% നമ്മൾ 80 തൊട്ട് 85% വരെ നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഓവറോൾ GDP ഗ്രോത്തിനെ വരെ അത് ബാധിക്കും. നിലവിൽ വലിയ ഭീഷണിയില്ല, പക്ഷെ ഭയങ്കരമായിട്ട് വീണ്ടും ഓയിൽ പ്രൈസസ് സ്പൈറൽ ചെയ്ത് പോയാൽ it will affect GDP growth rate of India also. Now the World Bank is predicting that India's GDP growth will be at the rate of 6.2% for this financial year, current financial year. But that will be reduced if the price of petroleum increases like anything due to the Israel-Iran war. That is a possibility now, but അത് അത്രയും വലിയ രീതിയിലേക്ക് പോയിട്ടില്ല. അതെല്ലാം ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പൊ ഇതൊരു നല്ല ആർട്ടിക്കിൾ ആണെങ്കിൽ വായിച്ചു. പിന്നെ വേറെ ആർട്ടിക്കിൾസ് ഉണ്ട്, അവിടെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. പിന്നെ ഇന്ത്യ ലോഞ്ചസ് ഓപ്പറേഷൻ സിന്ധു, ഇവാക്യുവേറ്റ്സ് 110 സ്റ്റുഡൻസ് ഫ്രം ഇറാൻ എന്നൊരു ന്യൂസ് ഉണ്ട്. ഓപ്പറേഷൻ സിന്ധു പഠിച്ചു. ഓപ്പറേഷൻ സിന്ധു നമ്മളിപ്പോ കഴിഞ്ഞേ ഉള്ളൂ. ഈ ഓപ്പറേഷൻ സിന്ധു ഇത് എന്താണെന്ന് വെച്ചാല് ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരായിട്ടുള്ള കുറെ സ്റ്റുഡൻസ് ഉണ്ട്. മെയിൻലി ജമ്മു ആൻഡ് കാശ്മീർ, UP കാരൊക്കെ ഉള്ളു, മലയാളമൊന്നുമില്ല. ആ സ്റ്റുഡൻസിനെ ഇവാക്യുവേറ്റ് ചെയ്ത് അസർബൈജാനും അർമേനിയയും വഴി, അർമേനിയയും പിന്നീട് എനിക്ക് തോന്നുന്നു താജിക്കിസ്ഥാനും വഴിയാണെന്ന് തോന്നുന്നു. അർമേനിയയും താജിക്കിസ്ഥാനും വഴി ഇന്ത്യൻ സ്റ്റുഡൻസിനെ മോചിപ്പിച്ച് ഇവാക്യുവേറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നത്. ആ പ്രോസസ്സിനെയാണ് ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത്. പിന്നെ NPS-നെയും UPS-നെയും കുറിച്ചൊരു ന്യൂസ് ഇവിടെ ഉണ്ട്. NPS ന്യൂ പെൻഷൻ സിസ്റ്റം, നാഷണൽ പെൻഷൻ സിസ്റ്റം, UPS യൂണിഫൈഡ് പെൻഷൻ സ്കീം. ഓക്കെ, അത് പഴയ പെൻഷൻ നടത്തിയിട്ട് ആദ്യം കൊണ്ടുവന്ന NPS ആണ്, നാഷണൽ പെൻഷൻ സിസ്റ്റം അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീം എന്നൊക്കെ പറയും. അപ്പൊ അതിലൊരു അഷ്വേർഡ് ആയിട്ടുള്ള പെൻഷൻ ഇല്ലാത്തതുകൊണ്ട് ഗവൺമെന്റ് ഈ ഇടയ്ക്ക് യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന് പറഞ്ഞ പുതിയൊരു സ്കീം കൊണ്ടുവന്നു. അതില് റിട്ടയർ ആവുന്ന സമയത്തെ സാലറിയുടെ 45% കണ്ട് ഒരു പെൻഷനായിട്ട് അഷ്വേർഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് രണ്ടും ആക്ച്വലി കോൺട്രിബ്യൂട്ടറി പെൻഷൻ സിസ്റ്റം തന്നെയാണ്. നമ്മളെ തന്നെ കട്ട് ചെയ്ത് പിന്നെ സെൻട്രൽ ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് കൂടെ ചെയ്തിട്ടാണ് ആ പെൻഷൻ നമുക്ക് തരുന്നത്. അല്ലാതെ പഴയ നമ്മളൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാത്ത പെൻഷൻ സിസ്റ്റം അല്ല. പക്ഷെ NPS-ന്റെ മുകളിൽ ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നാണ് UPS. ഇപ്പൊ ഇത് വീഡിയോ കാണുന്ന പലരും ഭാവിയിൽ സെൻട്രൽ ഗവൺമെന്റിലേക്ക് എംപ്ലോയീസ് ആവേണ്ടവരാ. അവർക്ക് ഇതൊക്കെ അപ്പോഴറിയേണ്ടി വരും, NPS-ഉം UPS-ഉം ഒക്കെ. Calcutta High Court asked Center to resume implementation of MGNREGS in West Bengal. MGNREGS എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമങ്ങളിൽ 100 ദിവസം തൊഴിൽ ദിനങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ത്രൂ സ്റ്റേറ്റ്സ്. ദാറ്റ് ഈസ് നോൺ ആസ് MGNREGS, Mahatma Gandhi National Rural Employment Guarantee Scheme. Because of the rampant corruption in the implementation of MGNREGS scheme in West Bengal, Government of India stopped implementation of MGNREGS in West Bengal. അത് ഇനി റെസ്യൂം ചെയ്യണമെന്ന് കൽക്കട്ട ഹൈക്കോർട്ട് പറഞ്ഞേക്കുന്നത്. അതാണ് ന്യൂസ്. പിന്നെ ബിൽ ഓൺ അമെൻഡ്മെന്റ് ടു ന്യൂക്ലിയർ എനർജി ലോസ് മേ ബി ബ്രോട്ട് ഇൻ മൺസൂൺ സെഷൻ. പാർലമെന്റിന്റെ അടുത്ത സെഷൻ വരാൻ മൺസൂൺ സെഷൻ. ഇൻ 1 year പാർലമെന്റ് വിൽ അസംബിൾ 3 times. The first session is budget session. Budget session is now over. Now the next session is going to start, that is monsoon session, because now it is the monsoon season. So in monsoon season there is one session, that is monsoon session, and in the end of the year another session will be conducted in the parliament, that is winter session. End of the year November December സമയത്ത് ആ സമയത്ത് വിന്റർ ആണ്, അതാണ് വിന്റർ സെഷൻ. അപ്പൊ ഇപ്പോഴത്തെ മൺസൂൺ സെഷനിൽ ന്യൂക്ലിയർ എനർജിയായിട്ട് ബന്ധപ്പെട്ട 2 ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ അതിപ്പോ പഠിപ്പിക്കുന്നില്ല. വൺസ് ദേ propose those bills in the parliament, then only I will teach you those bills, what is the purpose of that bill and all. എനിക്ക് ഈ ബില്ലിനെ കുറിച്ച് അറിയാം, അത് ഞാൻ മുമ്പും വായിച്ചിട്ടുള്ളത് അതിനെ കുറിച്ച്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ ബില്ലിന്റെ പേര് പറഞ്ഞുതരാം. പക്ഷെ അതിപ്പം പറയണ്ട. കാര്യം എന്ന് വെച്ചാൽ
പേര് പോലും ഇപ്പൊ പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് എഴുതി. കാരണം ഇതൊക്കെ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ട് അതിന്റെ കാര്യമുള്ളൂ. അതെന്ന് പറഞ്ഞാല് അറ്റോമിക് എനർജി ആക്ട്, രണ്ടാമത്തെ സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ട് വരും. അത് പാർലമെന്റ് അവതരിപ്പിക്കുമ്പോൾ പഠിക്കാം. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഒക്കെ ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫ് ആരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫ്. അത് ഗ്യാനേഷ് കുമാർ ആണ്. ഇപ്പൊ ഗ്യാനേഷ് കുമാർ. പ്രഹ്ലാദ് ജോഷി, ഇന്ത്യയുടെ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ. ആരാണ്? പ്രഹ്ലാദ് ജോഷി, കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് G7 സമ്മിറ്റിന്റെ സൈഡ് ലൈൻസിൽ വെച്ച് മോദിയും കാനഡയുടെ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണിയും തമ്മിൽ നടത്തിയ മീറ്റിംഗിനെ കുറിച്ചുള്ള ന്യൂസ് ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ ഉണ്ട്. രണ്ട് രാജ്യത്തിന്റെ അംബാസിഡേഴ്സിനെ പുറത്താക്കിയിരുന്ന ഇടയ്ക്ക് വെച്ച് അവരെ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ കാനഡയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ പോലുള്ള ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അത് വീണ്ടും റെസ്യൂം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങളാണ്. ഓക്കെ, താഴോട്ട് വരുമ്പോൾ ഇന്ത്യ ക്രൊയേഷ്യ ടു ഫേം എ ബയലാറ്ററൽ ഡിഫൻസ് ടൈസ് ദാറ്റ് യു ഷുഡ് സ്റ്റഡി ബിക്കോസ് Modi is the first Indian Prime Minister to visit Croatia. Croatia is a European country. Croatia's Prime Minister personally came to airport to receive Modi. That shows the importance they are giving to the visit of Indian Prime Minister. ഓക്കെ, ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ വിസിറ്റിന് ക്രൊയേഷ്യ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ്. ആൻഡ്രച്ച് പ്ലെങ്കോവിക് ആണ് ഈ ക്രൊയേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ. ആൻഡ്രച്ച് പ്ലെങ്കോവിക്. ക്രൊയേഷ്യയുടെ ക്യാപിറ്റൽ സഗ്രീബ്. ZAGREB. സഗ്രീബ് ആണെന്നാണ് എന്റെ ഓർമ്മ. ചെക്ക് ചെയ്തോളണം. സഗ്രീബ് തന്നെ, അതാ നടക്കുന്ന സഗ്രീബ്. പിന്നെ വേറെ ഇവിടെ പറയാൻ വേറെ ഒന്നും പറയാല്ല. വേറെ ആ പേജിലുള്ള നമുക്ക് ആവശ്യമുള്ളതല്ല. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ സെൻഡർ ഗ്രീൻ ലൈറ്റ്സ് 2.35 lakh houses under PMAY scheme. What is PMAY? പ്രധാനമന്ത്രി ആവാസ് യോജന. 2029 ഡിസംബർ 31 ആണ് എന്റെ കൺക്ലൂഷൻ എന്നാണ് എന്റെ ഓർമ്മ. 2029 ഡിസംബർ 31. ചെക്ക് ചെയ്തോളണം. 2029 or 2028. I am almost sure that it is 2029 December 31st. Through this scheme, Government of India wants to give houses to houseless people of India. There are two versions of these schemes. Pradhan Mantri Awas Yojana Urban and Pradhan Mantri Awas Yojana Rural. Pradhan Mantri Awas Yojana Urban and Pradhan Mantri Awas Yojana Rural. Rural പ്രദേശങ്ങൾക്ക് വേണ്ടി, ഗ്രാമപ്രദേശങ്ങൾക്ക് വേണ്ടി പ്രധാന മന്ത്രി ആവാസ് യോജന റൂറലും മറ്റവർക്ക് വേണ്ടി പ്രധാന മന്ത്രി ആവാസ് യോജന അർബനും. അപ്പം അതിന്റെ അണ്ടറിൽ 2.35 lakhs ഹൗസസ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നൊക്കെ ഒരു ന്യൂസ് ആണ്. ഓക്കെ, ഇത് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ അണ്ടറിലാണ്. 2.35 lakhs. ഫാസ്ടാഗ് പാസ് ഫോർ ₹3,000 to allow 200 trips in a year. നല്ലൊരു കാര്യമാണ്. ഫാസ്ടാഗ് ആനുവൽ ഒരു ഫാസ്ടാഗ് ചാർജിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ആനുവൽ ചാർജിൽ 3000 രൂപ ആവുള്ളൂ. അതിൽ 200 ട്രിപ്പ് നടത്താം. 200 ട്രിപ്പ് നടത്തുമ്പോൾ ഒരു ട്രിപ്പിന് 15 രൂപ ആവുള്ളൂ. സാധാരണ ഇപ്പോൾ ഒരു ഫാസ്ടാഗ് ഉപയോഗിച്ച് നമുക്ക് കടന്നു പോയാൽ ഏതാണ്ട് 50 രൂപ മിനിമം ആവുന്നുണ്ട് ഒരു ടോൾ ബൂത്ത് കടന്നു പോയാൽ. അപ്പൊ 200 യാത്ര നടന്നാൽ 10,000 രൂപ ആവും. ആ സ്ഥാനത്ത് 3000 രൂപ വരെ ഇത് വരുന്നുണ്ട്. അതിപ്പോ സ്ഥിരം ടോൾ ബൂത്തുകളിൽ കൂടെ കടന്നു പോകുന്നവർക്ക് അത് നല്ലതായിരിക്കും. അത് August 15 തൊട്ടാണ് നിലവിൽ വരാൻ പോണത്. ഇന്ത്യയുടെ നെക്സ്റ്റ് സ്വാതന്ത്ര്യദിനം തൊട്ട്. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന പീയൂഷ് ഗോയലാണ് ഇന്ത്യയുടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ. അങ്ങനെ US ആയിട്ടുള്ള ഇന്ത്യയുടെ ട്രേഡ് ഡീലിന്റെ ഫസ്റ്റ് പാർട്ട് July 9 കൂടി കംപ്ലീറ്റ് ആവാന്ന് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ പറഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് അത് കൂടുതലായിട്ട് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ ചണ്ഡീഗഡ് ടോപ്പ് സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻഡെക്സ് അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ചണ്ഡീഗഡ് അറിയാലോ, ഹരിയാനയുടെയും പഞ്ചാബിന്റെയും ക്യാപിറ്റലായ യൂണിയൻ ടെറിട്ടറിയാണ് ചണ്ഡീഗഡ്. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും ക്യാപിറ്റലാണ്. അപ്പോ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് 2 എന്നാണ് അറിയപ്പെടുന്നത്. PGI 2, പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് 2. ഇന്ത്യയുടെ യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്ട്രി ആരുടെ അണ്ടറിലാണ്? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ധർമ്മേന്ദ്ര പ്രധാന്റെ അണ്ടറിലുള്ള
യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ്, അത് സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻഡെക്സ് ആണ്. അതിൽ 1ാം സ്ഥാനത്ത് ചണ്ഡീഗഡും ലാസ്റ്റ് സ്ഥാനത്ത് മേഘാലയ. പഠിച്ചു വെച്ചേക്കുക. മേഘാലയ ഈസ് എ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്. ഇത്രയേ ഉള്ളൂ ആ പേജ്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ പേര് മസ്റ്റ് ആയിട്ട് പഠിക്കണം. സെബിയുടെ ചീഫാണ്. ഏതിന്റെ? സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റിന്റെയും കൊമോഡിറ്റി മാർക്കറ്റിന്റെയും റെഗുലേറ്റർ ആണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റിന്റെയും കൊമോഡിറ്റി മാർക്കറ്റിന്റെയും റെഗുലേറ്റർ ആണ് സെബി അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. സെബിയുടെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ ആണ്. തുഹിൻ കാന്ത പാണ്ഡെ, TUHIN, തുഹിൻ കാന്ത, KNTA, കാന്ത പാണ്ഡെ, PANDEY, തുഹിൻ കാന്ത പാണ്ഡെ സെബിയുടെ ചീഫ്. അദ്ദേഹം പറഞ്ഞേക്കുന്നു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആ കമ്പനി ഷെയറുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. അതിനാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത്. ESOP എന്ന് പറയുന്നത്. ESOP എന്നൊക്കെ പറയും. ESOP ഷോർട്ട് ഫോമിൽ അത് പഠിച്ചു വെച്ചാണ്. ESOP, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. അതുപോലെ ഇവിടെ 1-2 വേറെ അബ്രിവേഷൻസ് ഉണ്ട്. AIF, ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ്. AIF എന്താണ്? ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. പിന്നെ ഇന്ത്യസ് റൈസ് ആൻഡ് ടീ എക്സ്പോർട്ടേഴ്സ് ഹിറ്റ് ബൈ ദി ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്ട്. ഇന്ത്യയുടെ ബസ്മതി റൈസ് എക്സ്പോർട്ടിന്റെ പകുതിയും ഇറാനിലേക്കായിരുന്നു. അപ്പൊ ഇറാനിൽ യുദ്ധം ഉണ്ടായപ്പോ സ്വാഭാവികമായിട്ട് അതൊക്കെ കുറയൂലേ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇന്ത്യയില് ഫാൽക്കൺ 2000 എന്ന് പറയുന്ന ബിസിനസ് ജെറ്റുകൾ മാനുഫാക്ചർ ചെയ്യാൻ റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയായ ഫ്രഞ്ച് കമ്പനി ദസാൾട്ടും ഇന്ത്യയുടെ അനിൽ അംബാനിയുടെ റിലയൻസ് എയറോസ്ട്രക്ചർ ലിമിറ്റഡ് തമ്മിൽ ഒരു കരാറായതൊരു ന്യൂസ് ഉണ്ട്. അത് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ ബിസിനസ് ന്യൂസ് ആണ്. റിലയൻസ് എയറോസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, അത് അനിൽ അംബാനിയുടെ ആണ്, മുകേഷ് അംബാനിയുടെ അല്ല. ഇന്ത്യയുടെ റിച്ചസ്റ്റ് മാൻ അനിൽ അംബാനിയുടെ ബ്രദർ മുകേഷ് അംബാനിയാണ്. അനിൽ അംബാനിയുടെ റിലയൻസ് എയറോസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും ഇന്ത്യയുടെ റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, പാകിസ്ഥാൻ ഇപ്പൊ നമ്മളിപ്പോ ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ ഉപയോഗിച്ച റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റ്, അതൊക്കെ ഉണ്ടാക്കുന്ന ഈ കമ്പനിയാണ് ദസാൾട്ട്. അവരുടെയാണ് റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റ്. ഇത് ഒരു ഫ്രഞ്ച് കമ്പനിയാണ്. അവരും അനിൽ അംബാനിയുടെ റിലയൻസ് എയറോസ്ട്രക്ചർ ലിമിറ്റഡ് ആയിട്ട് കരാറിലായി. എന്തുണ്ടാക്കാനാ? ഫാൽക്കൺ 2000 എന്ന് പറയുന്ന ബിസിനസ് ജെറ്റ് ഉണ്ടാക്കാൻ. അല്ല, യുദ്ധവിമാനം റാഫേൽ ഉണ്ടാക്കാനല്ല, ബിസിനസ് ജെറ്റ് ആണ് ഫാൽക്കൺ 2000. ഇത് ഒരു നാഗ്പൂർ മഹാരാഷ്ട്രയിലായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. അത് പഠിച്ചു വെച്ചേക്കുക. പിന്നെ അതിന്റെ അടുത്ത പേജ് പോകുമ്പോൾ ഇന്റർനാഷണൽ പേജിൽ എല്ലാ ദിവസത്തെയും പോലെ ഇസ്രായേൽ ഇറാൻ വാർ, ഇസ്രായേൽ ഗാസ വാർ, അതൊക്കെ തന്നെ. പിന്നെ G7 കുറിച്ചൊരു ന്യൂസ് അവിടെ ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. G7 കുറിച്ച് എഡിറ്റോറിയൽ വരെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇത് US-ന്റെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. US-ന്റെ വൈസ് പ്രസിഡന്റ്. US-ന്റെ പ്രസിഡന്റ് ട്രംപ് ആണെങ്കിൽ US-ന്റെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. JD വാൻസ്. അതൊക്കെ എവിടെ ഉള്ളൂ. അതിനടുത്ത പേജ് സ്പോർട്സ് പേജ്. സ്പോർട്സ് പേജിൽ പോകുമ്പോ ക്ലബ്ബ് വേൾഡ് കപ്പ്, ഫിഫയുടെ ഫുട്ബോൾ ക്ലബ്ബ് വേൾഡ് കപ്പ് എവിടെ നടക്കുന്നു? അമേരിക്കയിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ വെച്ച് ആണ് ഫിഫയുടെ ക്ലബ്ബ് ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നത്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോ ഇവിടെ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് ബില്ലി ജീൻ കിങ് കപ്പ്. എന്താണെന്ന് പറഞ്ഞിരിക്കണം? ബില്ലി, BILLIE, ബില്ലി ജീൻ JEAN ജീൻ കിങ് കപ്പ്. ഇതെന്ന് പറയുന്നത് ടെന്നീസിൽ സ്ത്രീകൾക്ക് മാത്രമുള്ള ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആണ്. ടെന്നീസിൽ വിമനിന് മാത്രമുള്ള ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ്. ടീം ടെന്നീസ് മീൻസ് രാജ്യങ്ങളായിട്ടായിരിക്കും ഇത് പങ്കെടുക്കുന്നത്. ടീമായിട്ട് USA ഒരു ടീമുണ്ട്, ഇന്ത്യക്ക് ഒരു ടീമുണ്ട്, ജർമ്മനിക്ക് ഒരു ടീമുണ്ട്, ജപ്പാൻ ഒരു ടീമുണ്ട്. അങ്ങനെ ടീമായിട്ട് പക്ഷേ പെണ്ണുങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. അതാണ് ബില്ലി ജീൻ കിങ് കപ്പ്. സെയിം മെയിൽ വെർഷൻ ഉണ്ട്. അതിനെ പറയുന്നത് ഡേവിസ് കപ്പ് എന്നാണ്. ഇതിന്റെ മെയിൽ വെർഷൻ പറയുന്നതാണ് ഡേവിസ് കപ്പ്. ഡേവിസ് കപ്പ് പഠിച്ചു വെച്ചേക്കോ. പിന്നെ അടുത്ത വിമൻ T20 വേൾഡ് കപ്പ്, ICC വിമൻസ് T20 വേൾഡ് കപ്പ് ഇംഗ്ലണ്ടിലാണ് നടക്കുന്നത്. അതിന്റെ കാര്യമൊക്കെ 2026. അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കി അടുത്ത ദിവസം. താങ്ക് യു.